ഞാനിപ്പോൾ അല്ലീനെയും കൊണ്ട് പ്ലേ ഗ്രൂപ്പിലാണുള്ളത്. ഇന്നിപ്പോൾ അവിടെ മദേഴ്സ് ഡേൻ്റെ അനുബന്ധിച്ചിട്ടുള്ള ക്രാഫ്റ്റും പെയിൻറ്റിങ്ങും ഒക്കെയാണ്. അപ്പോൾ കുട്ടികളെ കൊണ്ട് ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അമ്മമാർക്ക് ഗിഫ്റ്റ് ചെയ്യാണ്. അല്ലിക്കുട്ടിക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതിന് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ട്രാം സ്റ്റേഷനിലെത്തി. അങ്ങനെ അതൊക്കെ വന്ന് അതിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിനി ഇവിടുന്ന് പിന്നെ ട്രാം ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട്. എന്നിട്ട് അതുകൂടി വാങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളിതാ നമ്മുടെ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സാധനമൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടോ. ഇന്നിപ്പോൾ ഒരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പിയാണ്. അതിനിങ്ങനെ മല്ലിയും കുരുമുളകും അതേപോലെ പെരിഞ്ചീരകവും കറിവേപ്പിലയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടായി അതിൽ കടുകും കറിവേപ്പിലയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം അപ്പോഴേക്കും നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അതിലിപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ചേർത്ത് വെച്ച ചിക്കനാണ്. ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ഗരം മസാലയും അതേപോലെ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ച സവാളയും കൂടി ഒരു 4 സവാള നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് വേവിക്കുക. ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയ ഒരു ചിക്കൻ റോസ്റ്റ് നോക്കിയപ്പോൾ കണ്ട ഒരു റെസിപ്പിയാണ്. നല്ല കമൻറ്റൊക്കെ ഉള്ള റെസിപ്പിയാണ്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയതാണ് കേട്ടോ. അപ്പം ദീപോട്ടം പോയിട്ട് പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നു. ചിക്കൻ റോസ്റ്റൊക്കെ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഒരു പൊറോട്ട വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അതും വാങ്ങിയിട്ടോ. അങ്ങനെ അതിന് ചൂടാക്കാൻ എടുക്കണം. അത് ജസ്റ്റ് ചട്ടിയിലൊന്ന് ചൂടാക്കി തിരിച്ചും മറിച്ചും എടുത്താൽ മതി. അപ്പോഴത്തേക്കും പൊറോട്ട റെഡിയാവും. അപ്പം അത് അവിടെ നിന്ന് റെഡി ആവുന്ന സമയത്ത് നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആവുന്നുണ്ട്. നല്ല റെസിപ്പി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏകദേശം നമ്മളൊരു പെപ്പർ ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ പൊറോട്ടയും ചിക്കനും ഒക്കെ ഏകദേശം റെഡി ആയിട്ടോ. അങ്ങനെ പൊറോട്ടൻ്റെ അവസാന ഘട്ട പരിപാടിയാണ്. അതും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. നല്ല റെസിപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.